ആ വെക്കരുത് വെക്കരുത്, ഈ അടുപ്പത്ത് അവിടെ വെച്ചാൽ മതി. ആയിക്കോട്ടെ ഗ്യാസ് തിരിച്ചിട്ട് ആയിക്കോട്ടെ. ആ ലൈറ്റർ. ഓ നീ വിളിക്കില്ലേ? அம்மா என்னம்மா நீங்க இந்த மாதிரி கேள்வி எல்லாம் கேக்குறீங்க? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സത്യം, ഒരു 5 മിനിറ്റ് മനുഷ്യനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല, അപ്പൊ വിളിച്ചു പോകും. മക്കളെ ഞാനൊന്ന് കുളിച്ചോട്ടെ, ഞാനൊന്ന് കഴിച്ചോട്ടെ, ഞാനൊന്ന് കിടന്നോട്ടെ. ഉയിര് വാങ്ങിയെന്നടേ എന്റെ പൊന്നേച്ചി. നേരത്തെ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു. ഞാൻ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെയും കിടന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ദേ മെനു അല്ല എവിടെയെങ്കിലും ഉരുണ്ടടിച്ച് വീണാ എന്ന് വിചാരിച്ച ഞാൻ ഓടി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ എന്തുവാ, ഒരു പാറ്റ ചൂലും പിടിച്ചോണ്ട് നിക്കണ്. പാറ്റ ചൂലും പിടിച്ചോണ്ടിരിക്കുന്ന അമ്മൂമ്മ ചൂലും പിടിച്ചോണ്ടിരിക്കണ്. അമ്മൂമ്മയുടെ ഫ്രണ്ടിലെ പാറ്റ. എന്നിട്ട് എന്നോട് ചോദിക്കണ് ഞാൻ ഓടിച്ചു വിട്ടോട്ടോടാ. എന്നിട്ടൊരു ചിരി കളിയാക്കിയത്. ചേച്ചിക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു ചേച്ചി? വെറുതെ ഇരുന്ന് അമ്മൂമ്മനെ പോയിട്ട് ഉപദേശിക്കാനായിട്ട്. ഇത് ഇത്ര വല്ല ഭാര്യയാവും ഞാൻ വിചാരിച്ച. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ അതിനെ അതിന്റെ സെൻസിലെടുക്കണം. ഇതൊരുമാതിരി നമുക്ക് പണി വരണമെന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്താണ് എല്ലാരും കൂടി ഒരു ആലോചന? അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞതാ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അമ്മുമ്മ എങ്ങാനും കിടന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരത്തില്ല കേട്ടോ. ഇത് എത്രയെന്നും പറഞ്ഞാന്നേ വന്നിട്ട് ചമ്മുന്നേ. ചേച്ചി നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? എന്ത് ചെയ്യാനാ, അമ്മൂമ്മ എന്നെ വിളിച്ച മൈൻഡ് ചെയ്യണ്ട, വിളിയാക്കാതിരുന്നാ മതി. പ്രശ്നം എന്താന്ന് വെച്ചാൽ പിന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കും, ചെവി തിഞ്ഞും. നമുക്കൊരു കാര്യം ചെയ്യാം. ഓ അമ്മൂമ്മ കുറച്ചു ദിവസത്തേക്ക് പടവലത്തോട്ട് പറഞ്ഞു വിടാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മറക്കുമ്പോഴത്തേക്കും തിരിച്ചു വിളിച്ചോണ്ട് വരാം. എന്നിട്ട് എന്തിനാ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാനാ? കനകാന്റിയും കൂടെ വിടാം. അപ്പൊ പിന്നെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യും. ശരിയാ, അത് വേണ്ട. മതിക്കൂല, ഞാൻ ഇല്ല, ഞാൻ പോല. എന്തോ അനുവാദം ചോദിക്കാൻ വിളിക്കുകയായിരിക്കും. ചെന്ന് അനുവാദം കോട്ടെ. ഇന്ന് കുടുംബശ്രീ ആയിരുന്നു. കുടുംബശ്രീക്ക് ഞാൻ കൂടെ വരണോ? അല്ല, ഞാൻ പൊക്കോട്ടെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. അമ്മ പോവണ്ട. അയ്യോ, കണക്കൊക്കെ എന്റെ കയ്യിലാ. ഞാൻ പോയില്ലെങ്കിൽ കണക്കൊക്കെ തെറ്റും. ഞങ്ങളുടെ കണക്കൂട്ടുകൾ മൊത്തത്തിൽ തെറ്റിയിരിക്കുക. അല്ല ചേച്ചി, അമ്മൂമ്മ അമ്മൂമ്മ പോക്കോ. ചേച്ചി പോട്ട് പോട്ട്, അതാകുമ്പോ അത്ര നേരം കുറച്ച് സമാനം കിട്ടൂല. അതെ, അവിടെ ചെല്ലുമ്പോഴേ സവിതയും സൗദാമിനിയും ഒക്കെ വല്ലതും ചോദിക്കും. ഞാനതിന് മറുപടി പറഞ്ഞോട്ടെ? മറുപടി പറഞ്ഞോ? ലളിതയുടെ വീട്ടിൽ വെച്ചാ കുടുംബശ്രീ. അവിടുന്ന് ചായ തന്നാ കുടിച്ചോട്ടെ. ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ട് മിച്ചർ വരുവാണെങ്കിൽ മിച്ചറും തന്നിട്ട് വന്നാ മതി. അത് പിന്നെ കപ്പലണ്ടി അല്ലേ മിച്ചറിനകത്തെ? തിന്നോ തിന്നോ. എന്നാ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. മോനെ സിദ്ധു, എന്റെ പൊന്നമ്മുമ്മ എന്നെ വിട്ടേക്ക്, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇല്ല. അല്ല, എല്ലാരും എന്താ വല്ലാതിരിക്കുന്നേ? നല്ല തണുപ്പ്. ചേച്ചി തൂക്കിയെടുത്ത് പാറമണ കളഞ്ഞാലേ? പാർമട കളഞ്ഞാലേ പാർമട ഇരുന്നോണ്ട് ചോദിക്കും, മോനെ ഞാൻ നീന്തി വന്നോട്ടേന്ന്. നമുക്ക് കുളിപ്പുറത്ത് പോയാലോ? ആലോചിക്കാവുന്നതാണ്. ഞാൻ അമ്മൂമ്മ അങ്ങോട്ട് പറഞ്ഞു വിടും. എന്തിന്? അയ്യോ ലച്ചു, കിടന്നു നേരം വിളിക്കുന്നത്. കുടുംബശ്രീക്ക് പോകാൻ ഏത് സാരി ഉടുക്കണം എന്ന് അറിയാൻ വേണ്ടി വിളിക്കണതായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ചോദിക്കും സാരിയുടെ കൂടെ ഏത് ബ്ലൗസ് ഇടണം, ഏത് മാലിടണം, ഏത് ചെരുപ്പിടണം. എന്നെ കൊണ്ടു പോയ അയ്യോ കേശുവേ, ഇങ്ങോട്ട് ഓടി വായോ. പോയിട്ട് വാ, പോയി ചമ്മിട്ട് വാ ചെല്ലി. അളിയാ
അളിയെന്നാ ചെല്ലേ. ഞാങ്ങും ഇല്ല വീണ്ടും ചമ്മ. അല്ല നേരത്തെ ഇതേപോലെ തന്നെ വിളിച്ചത്, അപ്പൊ പാറ്റിയായിരുന്നു. ഇപ്പൊ വല്ല പല്ലിയും കണ്ടു കാണും. அம்மா அம்மா ஐயோ, அம்மா அம்மா எழுந்திருக்கம்மா. கேசு லட்சு சிவா சீக்கிரம் வாங்க. ഓ ആളെ വെച്ച് വിളിക്കണ്. ഒരു തവണ വലിച്ചെന്നും വെച്ചോണ്ട് എല്ലാ തവണയും വലിക്കില്ല.